ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആത്മീയ ഭോജ്യത്തിൽ നാം ഇന്ന് വിചിന്തനം ചെയ്യുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അച്ഛന്മാരെ വഴിതെറ്റിക്കുന്നവർക്ക് ദുരിതം. ആരെങ്കിലും വഴിതെറ്റിക്കുന്ന അച്ഛന്മാർക്കും ദുരിതം എന്നുള്ളത് കർത്താവിൻ്റെ വചനം കൃത്യമായിട്ട് നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമാണ്. എന്നെ ശ്രമിക്കുന്ന മിക്കവാറും പേര് അൽമായരായിരിക്കാം, അല്ലെ പിന്നെ നിങ്ങൾ അച്ഛന്മാർക്കൊക്കെ അയച്ചു കൊടുത്താൽ അവർ കേൾക്കുമായിരിക്കും. ഇനി അതുകൊണ്ട് നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാകുന്ന ഒരു കാര്യം ആദ്യം തന്നെ പറയാം. ഒരച്ഛനും ഒരൽമായനും ഒരേ പാപം ചെയ്താൽ രണ്ടുപേർക്കും കിട്ടുന്ന ശിക്ഷ ഒരുപോലെ ആയിരിക്കുമോ? അല്ല എന്നുള്ളത് കർത്താവിൻ്റെ വചനവും നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. വിശുദ്ധര് കൃത്യമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ആർക്കായിരിക്കും അടിയുടെ കട്ടി ഇച്ചിരി കൂടുതലായിട്ട് വരിക? അച്ഛന്മാർക്ക്. ഒരു സംശയം വേണ്ട. അൽമായനും അച്ഛനും ഒരേ പാപം ചെയ്താലും ഒരേ പാപപ്രവൃത്തിയിൽ മുഴുകിയാലും അച്ഛന് കിട്ടുന്ന അടിക്ക് ഇച്ചിരി കട്ടി കൂടുതലായിരിക്കും. ഇതാണ് ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കുക. അത് കേൾക്കാൻ അൽമേനികളായി നിങ്ങൾക്ക് സന്തോഷമായിരിക്കാം. റോമാലേഖനം 2:9-10 വായിച്ചാൽ മതി. അവിടെ കൃത്യമായിട്ട് വചനം പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. പാപം ചെയ്യുന്ന, തെറ്റ് ചെയ്യുന്ന ഏതൊരുവനും അതിൻ്റെതായ ശിക്ഷ ഉണ്ടാകും. എന്നിട്ട് അവിടെ പറഞ്ഞിരിക്കുകയാണ്, ആദ്യം യഹൂദൻ പിന്നെ ഗ്രീക്കുകാരൻ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഒരേ പാപം, ഏത് പാപം ആയിക്കോട്ടെ, ഒരൽമേനിയും അച്ഛനും ചെയ്യുമ്പോൾ ശിക്ഷ ഒരുപോലെ ആയിരിക്കില്ല. വീണ്ടും നമ്മൾ ലൂക്കായുടെ സുവിശേഷം 12-ാം അധ്യായം 47-48 വചനങ്ങൾ വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, അധികം ലഭിച്ചവനിൽ നിന്ന് അധികം ആവശ്യപ്പെടും, അധികം ഏൽപ്പിക്കപ്പെട്ടവനോട് അധികം ചോദിക്കും. അതുകൊണ്ടാണ് ഈ ഒരു വ്യത്യാസം ശിക്ഷയുടെ കാര്യത്തിലും ഉണ്ടാകും എന്നുള്ളത് വിശുദ്ധര് എടുത്തു പറഞ്ഞിരിക്കുന്നത്. നമുക്കിത് മനസ്സിൽ വെച്ചുകൊണ്ട് ആദ്യമായിട്ട് നമ്മൾ ഏതാനും വചനങ്ങളിലൂടെ പൗരോഹിത്യത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ തിരിച്ചറിയുന്നത് നല്ലതാണ്. എങ്കിലേ ഞാൻ ആദ്യം പറയാൻ പോകുന്ന ആ ഒരു പോയിന്റ് മനസ്സിലാക്കാൻ എളുപ്പം വരത്തുള്ളൂ. പൗരോഹിത്യം. നമുക്ക് ഏതാനും വചനങ്ങൾ എടുക്കാം. മത്തായി 7:6 വചനത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, വിശുദ്ധമായവ നായ്ക്കൾക്ക് കൊടുക്കരുത്, നിങ്ങളുടെ മുത്തുകൾ പന്നികൾക്ക് ഇട്ടുകൊടുക്കരുത്, അവ അത് ചവിട്ടി നശിപ്പിക്കും, തിരിഞ്ഞു നിങ്ങളെ ആക്രമിക്കുകയും ചെയ്യും. ശ്രദ്ധയില്ലാതെ പെരുമാറിയ പല വൈദികർക്കും ഇതുപോലത്തെ ആക്രമണങ്ങൾ പിന്നീട് നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, വിശുദ്ധമായവ നായ്ക്കൾക്ക് എറിഞ്ഞു കൊടുക്കരുത്. ഈ വിശുദ്ധമായത് എന്താണ്? പൗരോഹിത്യം. ഇതേക്കുറിച്ച് ജോൺ മരിയ വിയാനി അദ്ദേഹം സൂചിപ്പിച്ച ഒരു കാര്യം, കർത്താവിൻ്റെ തിരുഹൃദയ സ്നേഹമാണ് പൗരോഹിത്യം. ഇത് പുരോഹിതർ മാത്രമല്ല, അൽമായർ മനസ്സിലാക്കണം. കർത്താവിൻ്റെ തിരുഹൃദയ സ്നേഹം എന്ന് പറഞ്ഞാൽ ഇതൊരു നിധിയാണ്. നിധി അത് നായ്ക്കൾക്ക് എറിഞ്ഞു കൊടുക്കരുത് എന്നുള്ളത് ഓരോ പുരോഹിതനും മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ്. മാത്രമല്ല, അൽമായരായി നമ്മൾ വൈദികരുമായിട്ട് ഇടപഴകുമ്പോൾ വളരെ വളരെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ള ആ ഒരു സന്ദേശം കൂടി ഇതിനകത്ത് ഉണ്ട്. എനിക്കറിയാം ഒരു വൈദികൻ, അദ്ദേഹം നല്ല ഇഫക്റ്റീവായിട്ട് ഒരു വൈദികനായി പ്രവർത്തിച്ചിരുന്ന. അങ്ങനെ ഇരിക്കുകയാണ് ഒരു സ്ത്രീയുടെ ഹസ്ബൻഡ് പെട്ടെന്ന് ഒരു ആക്സിഡൻറ്റിൽ മരിച്ചു. ഇവള് ശരിക്കും പറഞ്ഞാൽ ഷാറ്റേഡ് ടു പീസസ് എന്ന് പറഞ്ഞാൽ തകർന്ന് തരിപ്പണമായി പോയി. ഇനി അവൾക്ക് കുറച്ച് ആശ്വാസം കിട്ടിയിരുന്നത് ഈ അച്ഛൻ്റെ അടുത്ത് വന്ന് ഉപദേശം സ്വീകരിക്കുകയും പ്രാർത്ഥന സ്വീകരിക്കുകയും ചെയ്തപ്പോഴാണ്. പിന്നീട് അവൾക്ക് ഈ അച്ഛനുമായിട്ട് ഒരു അറ്റാച്ച്മെന്റ് അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ അവസാനം അവൾ ആവശ്യപ്പെട്ട ഒരു കാര്യം, എനിക്കിനി ഒരു സമാധാനമോ ജീവിതമോ തരാൻ പറ്റുമെങ്കിൽ അത് അച്ഛനാണ്. അങ്ങനെ പറഞ്ഞ് നിർബന്ധിച്ച് അവസാനം അച്ഛൻ പ്രീസ്റ്റ്ഹുഡ് ലീവ് ചെയ്തു. അവരുടെ വിവാഹം നടന്നു. അച്ഛൻ പിന്നീട് സൂചിപ്പിച്ച ഒരു കാര്യം, ഞാൻ വൈദികനായിരുന്നപ്പോൾ ഞാൻ അനുഭവിച്ച ആനന്ദം ഞാൻ എൻ്റെ പ്രീസ്റ്റ്ഹുഡ് ഉപേക്ഷിച്ചതിന് ശേഷം ഒറ്റ ദിവസം പോലും അനുഭവിച്ചിട്ടില്ല എന്നുള്ളത്. അതുകൊണ്ടാണ് ഇതൊരു നിധിയായിട്ട് അൽമേനികൾ കാണണം, ഇതൊരു നിധിയായിട്ട് വൈദികർ കാണണം എന്നുള്ളത് ഈ വിശുദ്ധരൊക്കെ ഇത്രയും കാര്യമായിട്ട് നമ്മെ പഠിപ്പിക്കുന്നത്. നമുക്ക് അതിൻ്റെ വെളിച്ചത്തിൽ രണ്ടാമത്തെ പോയിന്റിലേക്ക് നമ്മൾ പോകുന്നത്, അച്ഛന്മാരെ വഴിതെറ്റിക്കുന്നവർക്ക് ദുരിതം. ഇത് വചനം കൃത്യമായിട്ട് നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമാണ്. മത്തായി 18:16 മുതൽ വായിക്കുമ്പോൾ, അല്ലെങ്കിൽ 6 മുതലുള്ള വചനങ്ങൾ, മത്തായി 18:6 മുതൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, നീ മൂലം ഏതെങ്കിലും ഒരു വ്യക്തി ദൈവത്തിൽ നിന്നകന്ന് പാപപ്രവൃത്തിയിലേക്ക് പോകുന്നെങ്കിൽ അതിനേക്കാൾ ഭേദം നിന്റെ കഴുത്തിൽ തിരികല്ല് കെട്ടി കടലിൽ ചാടുന്നത്. അപ്പോൾ അവര് പാപത്തിന്റെ ഗൗരവം മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ രീതിയിൽ അത് അവതരിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഒരു കാരണവശാലും ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് പോകരുത്. ഇനി ചിലരുടെ ന്യായീകരണം ഞാൻ കേട്ടിട്ടുണ്ട്, അവർക്കങ്ങനെ വൈദികനുമായിട്ട് അങ്ങനെ ഒരു ശാരീരിക ബന്ധം പുലർത്തണമെന്നോ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊന്നും അവർ പോകുന്നൊന്നുമില്ല, വേണമെന്നില്ലല്ലോ. ഇനി അവരെ വഴിതെറ്റിക്കാൻ അങ്ങനെ ഒരു കാര്യത്തിലേക്ക് പോകണമെന്നൊന്നുമില്ല. അതുകൂടാതെ തന്നെ നമുക്ക് പല രീതിയിൽ അവരെ വഴിതെറ്റിക്കുന്ന വ്യക്തികളായിട്ട് മാറാൻ പറ്റും. ചില കാര്യങ്ങൾ നമ്മൾ ഓർത്തിരിക്കുന്നത് നല്ലതാണ്. ഈ രാത്രികാലങ്ങളിലുള്ള ഫോൺ വിളി ചിലരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ബോറടി മാറ്റാൻ വേണ്ടിയാണോ എന്താണെന്ന് അറിയത്തില്ല. ഇങ്ങനെ അച്ഛന്മാരെ വിളിച്ചിട്ട് രാത്രികാലം മണിക്കൂറുകൾ സംസാരിച്ചിരിക്കുന്നത്
വേറെ ചിലരുടെ രഹസ്യമായിട്ടുള്ള സന്ദർശനങ്ങൾ, ചില യാത്രകൾ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഒരുപക്ഷെ അവരുടെ മനസ്സിനെ വ്യതിചലിപ്പിക്കാൻ കാരണമാകും എന്നുള്ള കാര്യങ്ങൾ അൽമേനികളും ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പം ഇങ്ങനെ ഉള്ള വ്യക്തികളുമായിട്ട് അനാവശ്യമായിട്ടുള്ള ഒട്ടല്, അടുപ്പങ്ങള്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അത് പ്രശ്നത്തിലേക്ക് വഴി തുറന്നേക്കാം. അതുകൊണ്ടാണ് പ്രഭാഷകൻ 33:30 വചനം എപ്പോഴും നമ്മൾ സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ്, അതിരുവിട്ട് പെരുമാറരുത്. അതിരുവിട്ട് അടുപ്പം അരുത് എന്നുള്ളത് കൃത്യമായിട്ട് കർത്താവിന്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. പ്രഭാഷകൻ 42:13 വചനം കൂടി എടുത്താൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, വസ്ത്രത്തിൽ നിന്ന് കീടം എന്നതുപോലെ പാപം ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലൂടെ നമ്മുടെ ജീവിതത്തിലേക്ക് വരാം. അവസാനമായിട്ട് നമ്മൾ ചിന്തിക്കുന്നത്, സൂചിപ്പിച്ചൊരു കാര്യം, ആരെങ്കിലും ഒരു പുരോഹിതൻ വഴിതെറ്റിക്കുന്നുണ്ടെങ്കിൽ അത് വളരെ വളരെ ഗൗരവമുള്ള ഒരു പാപമാണ്. അതിന്റെ കാരണം അറിയാൻ ഏതാനും വചനങ്ങൾ എടുത്താൽ മതി. എസെക്കിയേൽ 3:17, ഒരു വൈദികൻ ദൈവജനത്തിന്റെ കാവൽക്കാരൻ ആകേണ്ടവനാണ്. വേലി വിളവ് തിന്നെന്നൊക്കെ നമ്മൾ പറയാറില്ലേ, ഏതാണ്ട് ആ പരിപാടിയല്ലേ കാവൽക്കാരൻ ഒരു വ്യക്തിയെ വഴിതെറ്റിക്കുന്നത് വീണ്ടും നമ്മൾ കാണുന്നുണ്ട്. വിലാപങ്ങൾ 4:20, ജീവശ്വാസമായിട്ട് അല്ലെങ്കിൽ ജീവന്റെ സ്രോതസ്സായിട്ട് മാറേണ്ടവരാണ് അഭിഷിക്തർ. അതാണ് അവരുടെ വിളി എന്നുള്ളത് കർത്താവിന്റെ വചനം ഓർമ്മിപ്പിക്കാൻ. ജെറമിയ 25:34 വചനം എടുക്കുമ്പോൾ ആടുകളെ കൊന്നു തിന്നുന്ന ഇടയന്മാരെ കുറിച്ച് അവിടെ പറഞ്ഞിരിക്കുന്നത് കാണാൻ പറ്റും. ഇനി വീണ്ടും നമ്മൾ തുടർന്ന് വായിക്കുകയാണെങ്കിൽ ഈ ഒരു വചനഭാഗം ഓർമ്മിപ്പിക്കുന്ന ചില കാര്യങ്ങൾ, ഈ ആടുകളെ കൊന്നു തിന്നുന്ന ഇടയന്മാരോട് ദൈവം ആവശ്യപ്പെടുന്ന ഒരു കാര്യമുണ്ട്, അലമുറയിട്ട് നിലവിളിക്കുക. എന്നിട്ട് പറയാണ്, അജപാലകരെ, വൈദികരാണല്ലോ, അജപാലകരെ ചാരത്തിൽ കിടന്ന് ഉരുളുവിൻ, ഇല്ലെങ്കിൽ നിങ്ങൾ കൊല്ലപ്പെടും. എത്ര വലിയ തെറ്റുപറ്റിയവരാണെങ്കിലും, അത് അൽമേനിയാണേലും വൈദികനാണേലും അനുദപിച്ചാൽ രക്ഷപ്പെടാൻ പറ്റും. ഇല്ല എങ്കിൽ വരാവുന്ന ഒരവസ്ഥയിലേക്ക്, ജീവിതം മാറ്റാൻ തീരുമാനമെടുക്കുന്നില്ലെങ്കിൽ വരാവുന്ന ഒരവസ്ഥയെക്കുറിച്ച് കർത്താവ് ഈ വചനങ്ങളിലൂടെയെല്ലാം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ഒരു കാരണവശാലും ഒരു വൈദികനെ വഴിതെറ്റിക്കുന്ന ഒരു അൽമേനിയായിട്ട് നമ്മൾ നിലകൊള്ളരുത്. ആരെയും വഴിതെറ്റിക്കുന്ന ഒരു വൈദികനായിട്ട് നമ്മൾ മാറരുത് എന്നുള്ളതാണ് ഇതിൻ്റെ സന്ദേശം. അത് ജീവിക്കുവാൻ വേണ്ട കൃപയ്ക്കായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇതിൻ്റെ എല്ലാ നിയോഗങ്ങളും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് ശിരസ് നമിച്ച് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദവും സ്വീകരിക്കാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മറ്റൊരു എപ്പിസോഡുമായി നാളെ വീണ്ടും നമുക്ക് ഒന്നിക്കാം. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.